السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അല്ലാഹു തആല അസീസ് നമുക്ക് നൽകുന്ന വിശദീകരണ ഖുർആൻ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 160-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫബിമാ റഹ്മത്തിൻ, കാരുണ്യത്താൽ ആണ്. ഫബിമാ റഹ്മത്തിൻ, കരുണ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, കാരുണ്യത്താലാണ്. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള. ലിൻത, നീ സൗമ്യമായി വർത്തിക്കുന്നു. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ സൗമ്യമായി വർത്തിക്കുന്നത്. ലഹും, അവരോട്. അപ്പോൾ അല്ലാഹു തആലയിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി വർത്തിക്കുന്നത്. വലൗ കുന്ത, നീ ആയിരുന്നെങ്കിൽ, ഫല്ലൻ, പരുക്കൻ സ്വഭാവി, നീ ഒരു പരുക്കൻ സ്വഭാവമുള്ളവനായിരുന്നെങ്കിൽ, ഗലീദൽ ഖൽബി, ഗലീദ് എന്ന് പറഞ്ഞാൽ കടുത്തവൻ, അൽ ഖൽബ് ഹൃദയം, ഹൃദയ കാഠിന്യമുള്ളവനും ആയിരുന്നെങ്കിൽ, ലൻഫളൂ, അവർ പിരിഞ്ഞു പോകുമായിരുന്നു. ലൻഫളൂ, അവർ പിരിഞ്ഞു പോകുമായിരുന്നു. മിൻ ഹൗലിക, നിന്റെ ചുറ്റും നിന്ന്, നിന്നിൽ നിന്ന്. ഫഅഫു അൻഹും, അതുകൊണ്ട് ഫഅഫ്, നീ മാപ്പ് ചെയ്യുക. അൻഹും, അവർക്ക്, നീ അവർക്ക് മാപ്പ് ചെയ്യുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തിനായി നീ പ്രാർത്ഥിക്കുക. വശാവിർഹും, അവരുമായി കൂടിയാലോചിക്കുക. ഫിൽ അംരി, കാര്യങ്ങൾ അവരുമായി നീ കൂടിയാലോചിക്കുക. ഫൈദാ അസംത, ഇനി നീ ഒരു തീരുമാനം എടുത്താൽ, ഫതവക്കൽ അലല്ലാഹി, അല്ലാഹുവിൽ നീ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു,
അൽ മുത്തവക്കിലീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ബൈ ദ മേഴ്സി ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ദാറ്റ് യു ഡീൽ കൈൻഡ്ലി വിത്ത് ദം, നീ അവരുമായി സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഹാഡ് യു ബീൻ റഫ്, ഇനി നീ ഒരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, ഹാർഡ് ഹാർട്ടഡ്, കഠിന ഹൃദയമുള്ളവനുമായിരുന്നെങ്കിൽ, they would surely have dispersed from around you, നിന്റെ ചുറ്റും നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു. സോ പാർഡൻ ദം, അവർക്ക് നീ പുറത്തു കൊടുക്കുക. ആൻഡ് ആസ്ക് ഫർഗീവ്നെസ് ഫോർ ദം, അവർക്ക് വേണ്ടി പാപമോചനത്തിനായി നീ പ്രാർത്ഥിക്കുക. ആൻഡ് കൺസൾട്ട് ദം ഇൻ ദ മാറ്റർ, കാര്യങ്ങളൊക്കെ അവരുമായി കൂടിയാലോചിക്കുക. ബട്ട് വെൻ യു ഹാവ് ടേക്കൺ യുവർ ഡിസിഷൻ, ഇനി നിങ്ങളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അല്ലാഹ് ലവ്സ് ദോസ് ഹു പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ ഹിം, അള്ളാഹുവിൽ ആരാണോ ഭരമേൽപ്പിക്കുന്നത് അവരെ അള്ളാഹു സ്നേഹിക്കുന്നു. അവരുടെ കാര്യങ്ങൾ അവൻ നിറവേറ്റപ്പെടുന്നതാണ്. വളരെ വലിയ ഉപദേശങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് ഈ വചനത്തിനകത്ത് അന്തർലീനമായി കിടക്കുന്നത്. ഹസരത്ത് ഖലീഫത്തുള്ള ഇതിന് വിശദീകരണമായി പറയുന്നു, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. ദാറ്റ് ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാസ് കൈൻഡ് ടു ദ പീപ്പിൾ, ജനങ്ങളോട് വളരെ ദയാപുരസരം ആണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. ദയയോടുകൂടി നാം അറിയണം, ദയ, കരുണ, കാരുണ്യം, വാത്സല്യം, സ്നേഹം ഇതൊന്നുമില്ലാത്ത ഒരു പ്രദേശത്ത്, ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് ആളുകളുടെ ഇടയിലാണ് ഒരു പ്രത്യേകമായ സവിശേഷമായ സ്വഭാവ വൈശിഷ്ട്യവുമായി ഒരാൾ കടന്നു വരുന്നത്. ഈ ഒരു സ്വഭാവമേ അവിടെ ഇല്ല. ഏതൊന്ന് ലോകത്തില്ലയോ ആ ഇല്ലാത്ത സാധനവുമായിട്ടാണ് ഒരു പ്രവാചകൻ, ഒരു അനാഥ ബാലൻ, ഒരു അനാഥൻ ലോകത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓഫ് അല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദാറ്റ് ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാസ് കൈൻഡ് ടു ദ പീപ്പിൾ, ജനങ്ങളോട് വളരെ ദയാവായ്പുള്ള ആളായിരുന്നു. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ്, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകമായി കണക്കിലെടുക്കേണ്ട കാര്യം, ദാറ്റ് ഇൻ ദ ടൈംസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന സമയത്ത്, ദ ആരബ്സ് വെയർ ബാർബറസ് പീപ്പിൾ, അറബികൾ എന്ന് പറയുന്നത് അവർ ബാർബറസ് പീപ്പിളായിരുന്നു, അതായത് അപരിഷ്കൃതരായ ജനങ്ങൾ.